ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാവേലിക്കര സെന്റർ മാർത്തോമ യൂണിവേഴ്സിറ്റിയുടെ നോമ്പ് ധ്യാനത്തിൽ പങ്കുചേരുവാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്ന് നോമ്പിന്റെ 25-ാം ദിനമാണ്. ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് പകുതി നോമ്പ് എന്നുള്ളതാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനം ക്രൂശിനെ ലക്ഷ്യമാക്കിയുള്ളതാണ്. യേശുവിന്റെ കൃഷ്ണാനുഭവങ്ങളെ ആണ് നമ്മുടെ ധ്യാനത്തിന് വിഷയീകരിക്കുന്നത്. ഇന്ന് കുരിശുദിനയിലേക്കുള്ള നോട്ടം ലുക്കിംഗ് ടു ദ ക്രൂസിഫൈഡ് എന്നുള്ളതായ വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ ചിന്തകളൊക്കെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആധാരമായിട്ടുള്ള വേദഭാഗത്ത് നിന്ന് 2 വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവരിൽ വിശ്വസിക്കുന്നവരിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുന്നതായ സത്യം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടത് അതിന് മോശ ഉയർത്തിയതായ വിച്ചല സർപ്പം മരുഭൂമിയിൽ സർപ്പത്തിന്റെ ദംശനമേറ്റ് മരണത്തിന് വിധേയരായിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൽ നിന്നുള്ള വിമോചനം കടിയേറ്റവനൊക്കെയും കുടിമരത്തിൽ തൂക്കിയതായിട്ടുള്ള താമ്രസർപ്പത്തെ നോക്കുമ്പോൾ എപ്രകാരം രക്ഷ നേടിയിരുന്നുവോ, മരണത്തിന്റെ ജീവനിലേക്ക് നയിക്കപ്പെട്ടുവോ, ആ ഒരു അനുഭവമാണ് ഇവിടെ കുരിശിലും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കുരിശ് നമുക്ക് രക്ഷയുടെ നിദാനമാണ്, ജീവനിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അതുകൊണ്ടാകുന്നു കർത്താവ് കുരിശിൽ കിടന്നപ്പോൾ പറയുന്നത്, ഇവൻ തന്നെത്താൻ രക്ഷിക്കാൻ സാധിച്ചു, ഇവൻ മറ്റുള്ളവരെ രക്ഷിക്കുന്നു. യേശുവിന്റെ ഉദ്ദേശം അതായിരുന്നില്ല, തന്നെത്താൻ രക്ഷിക്കുക എന്നുള്ളതായിരുന്നില്ല, പിന്നെയോ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് താൻ കുരിശിൽ മരണം വരിച്ചത് എന്ന് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി ലോകത്തിൽ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രചോദനം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശാണ്. സ്വയത്യാഗത്തിന്റെ പാതയാണ്. യേശുക്രിസ്തു പാപത്തിന് പരിഹാരമായി തന്റെ ജീവനെ ക്രൂശിൽ അർപ്പിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ കുരിശ് രക്ഷയുടെ നിദാനമായി നമുക്ക് മുൻപിൽ വെളിപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ ആ മരണത്തിന്റെ ശിക്ഷാവിധിയെ അകറ്റിയതായിട്ടുള്ള അനുഭവമാകുന്നു കുരിശ്. അതിലൂടെ നേടിയെടുത്ത രക്ഷ. അവിടെയാണ് യേശു മശീഹായായി വെളിപ്പെടുത്തപ്പെടുന്നത്. അത് മഹത്വത്തിലേക്കുള്ള ഒരു അനുഭവമാകുന്നു എന്ന് കാണുന്നത്. അതുകൊണ്ട് കുരിശിലെ നോട്ടത്താൽ നമുക്ക് രക്ഷ പ്രാപിക്കാം. മറ്റുള്ളവരെ നന്മയിലേക്കും നീതിയിലേക്കും നയിക്കുവാൻ ഇത് കർത്താവിനോടൊപ്പം ദൗത്യത്തിൽ പങ്കുചേരാം. അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുള്ള അവസരമായി തീരട്ടെ ഈ നോമ്പിന്റെ ധ്യാനങ്ങൾ. അതുകൊണ്ട് ദൈവത്തെയും മനുഷ്യനെയും, ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യബന്ധത്തിലും നമുക്ക് കുരിശ് ഒരു അനിവാര്യതയാണ്. ആ കുരിശിന്റെ അനിവാര്യത യേശുക്രിസ്തു പ്രകാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ ജീവിച്ചുവോ, നമ്മുടെ വിശ്വാസത്തിന്റെ പാതയിൽ നമ്മുടെ ഓരോ വിശ്വാസിയുടെയും വിളിയെന്ന് പറയുന്നത് ഈ കുരിശിലൂടെ കർത്താവിനെ നോക്കിക്കൊണ്ട് ജീവിതയോട്ടം മുന്നോട്ട് ഓടുകയെന്നുള്ളതാണ്. അതിന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് 40 ദിനങ്ങളിലെ ധ്യാനം നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ നോമ്പിൽ ധ്യാനം അത് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായി ഇതിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവഭാവി കുരിശിലൂടെ നേരിടുന്ന രക്ഷയുടെ അനുഭവത്തിനായിട്ട് സ്തോത്രം. ആ നോട്ടത്തിലേക്ക്, ക്രിസ്തുവിന്റെ കുരിശിന്റെ നോട്ടത്തിലേക്കുള്ള നോട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വയം കുരിശ് ഏറ്റെടുക്കുന്നതിനും രക്ഷയുടെ അനുഭവക്കാരായി നിന്നതിനോടൊപ്പം യാത്ര ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ യോഗങ്ങളെയും ദൗത്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിനോട് രക്ഷയുടെ അനുഭവത്തെ പ്രാപിച്ച് കുരിശ് വഹിച്ചുകൊണ്ട് കർത്താവിനെ പിൻപറ്റുവാൻ, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി കാരണമായി തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തിപ്പെടുത്തണമേ. ജീവിതസ്ഥിതി പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തെ അപേക്ഷകളെ കൈക്കൊള്ളണമേ. ആമേൻ. എല്ലാവർക്കും യേശുവിൽ
എന്റെ സ്നേഹവന്ദനം വീണ്ടും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും.